ഈ പെർഫ്യൂംസ് ഡേ മാർലി ഗ്രീൻ ലീ, ഞാൻ ശരിക്കും ഈ പെർഫ്യൂംസ് ഡേ മാർലി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു പെർഫ്യൂം ലേറ്ററാണ്. പക്ഷെ നിങ്ങൾ ഗ്രീൻ ലീ ട്രൈ ചെയ്യുന്ന വരെ മാത്രമായിരിക്കും ആ ഒരു തോന്നൽ. ഒരു ഗ്രീൻ ലീ നിങ്ങൾ പെർഫ്യൂംസ് ഡേ മാർലിയിൽ ഏറ്റവും ആദ്യം ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഗ്രീൻ ലീ. കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം തന്നെയാണ് ലേട്ടൺ. പക്ഷെ എങ്കിലും ഞാൻ ആദ്യം ഈ ലേട്ടൺ ഹെറോ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് പിന്നീടാണ് ഞാൻ ഗ്രീനിൽ ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു ലേട്ടൺ ഉറപ്പായിട്ടും വാങ്ങണം, അതുപോലെ തന്നെ ഒരു സ്പൈസി പെർഫ്യൂമായിട്ട് ടൊബാക്കോ ഫ്ലേവറുള്ള ഒരു പെർഫ്യൂമായിട്ട് ഹെറോ ഇതും വാങ്ങണമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. അതിനുശേഷം ഗ്രീൻ ലീയുടെ ഒരു ഒഫീഷ്യൽ വയൽ ട്രൈ ചെയ്തപ്പോൾ ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഞാൻ പൈസ കൂട്ടാൻ തുടങ്ങി ഈ ഒരു സാധനം വാങ്ങാൻ. അതിനുശേഷം 2-3 ബോട്ടിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് ഞാൻ റിവ്യൂ ചെയ്യുന്നതിന് പർപ്പസ് ആയിട്ടും ഡീക്കൻ്റ് ആക്കുന്നതിന് പർപ്പസ് ആയിട്ടാണ് ഇത് വാങ്ങിയത്. അതായത് ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഞാൻ പൈസ കൂട്ടി ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിയേ തീരും. നമുക്ക് പറ്റിയ സാധനം തന്നെ, ഇത് സെറ്റ് സാധനം എന്നും മനസ്സിൽ തോന്നി. കൊള്ളാം, എല്ലാ അർത്ഥത്തിലും വർക്കൗട്ട് ആവുന്ന ഒരു പെർഫ്യൂം എന്ന് തോന്നി. 10 out of 10 കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമായിട്ട് തോന്നി. ഞാൻ പൈസ കൂട്ടി വാങ്ങി വെച്ച പെർഫ്യൂമാണ് പെർഫ്യൂംസ് ഡേ മാർലി ഗ്രീൻ ലീ. കാരണം പൈസ കൂട്ടാൻ കാരണം ആ സമയത്ത് വളരെ ടൈറ്റ് ആയിരുന്നു. എനിക്ക് ഈ ഒരു പെർഫ്യൂം എങ്ങനെയെങ്കിലും വാങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞ് ബാക്കി പെർഫ്യൂംസ് ഒക്കെ വാങ്ങാതെ ഈ ഒരു പെർഫ്യൂം തന്നെ വാങ്ങി അതിനുവേണ്ടി പൈസ സ്വരുക്കൂട്ടി ഞാൻ വാങ്ങിയ പെർഫ്യൂമാണ് ഗ്രീൻ ലീ. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും തല വെക്കേണ്ട ഒരു സാധനമാണ് ഗ്രീൻ ലീ. ഡെഫിനറ്റ് ആണ്, ഒരു സംശയമില്ല. കാരണം ഈ പെർഫ്യൂമറിയിൽ ഗ്രീൻ ആപ്പിൾ എന്ന നോട്ട്, ഈ ഗ്രീൻ ആപ്പിൾ എന്ന നോട്ട് ചേർത്തിട്ടുണ്ടോ ആ പെർഫ്യൂം ക്ലിക്കാവും, വിജയിച്ചിരിക്കും. അങ്ങനെ ഒരുപാട് പെർഫ്യൂം ഉണ്ട് ഗ്രീൻ ആപ്പിളിന്റെ നോട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന പെർഫ്യൂം. ഉദാഹരണത്തിന് YSL EDP. ഈ YSL EDP വിജയിക്കാനുള്ള അതിൻ്റെ ഒരു തന്ത്രം എന്തായിരുന്നു? ആ വശീകരണ യന്ത്രം എന്ന് പറയുന്നത് ഗ്രീൻ ആപ്പിൾ ആയിരുന്നു. പച്ച ആപ്പിളാണ് YSL EDP അത്രത്തോളം എന്താ പറയുക ആളുകൾ വാങ്ങിക്കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗ്രീൻ ആപ്പിളിന്റെ മണമായിരുന്നു. പിന്നീട് അത് പലതവണ റീഫോർമുലേറ്റ് ചെയ്ത ഗ്രീൻ ആപ്പിളിന്റെ നോട്ട് ടോൺ ഡൗൺ ചെയ്തിട്ട് അരോമാറ്റിക് നോട്ട് പിന്നീട് വന്നു. പക്ഷേ എങ്കിലും ആൾക്കാർ ഇപ്പോഴും ആ പഴയ ഒരു ഗ്രീൻ ആപ്പിളിന്റെ മണമുള്ള YSL EDP ആൾക്കാർ അന്വേഷിക്കുന്നത്. അത് ഒരെണ്ണം. പിന്നെ വെർസാച്ച ഇറോസ്, പിന്നെ ഹ്യൂഗോ ബോസിൻ്റെത്, പിന്നെ അതുപോലെ തന്നെ രസാസി ഹവാസ്, പിന്നെ ഇൻവിക്ടസ്, അങ്ങനെ പല പെർഫ്യൂമിലൊക്കെ നോട്ടുക ഉപയോഗിച്ചു. അതായത് ഗ്രീൻ ആപ്പിൾ VIP, കരോളിന ഹെറയുടെ VIP മെൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഒരു പച്ച നിറത്തിലുള്ള തിളങ്ങുന്ന ഒരു ബോട്ടിലുണ്ട്. ഇതെല്ലാം ഗ്രീൻ ആപ്പിൾ DKNY അങ്ങനെ ഒരു ഹൗസിൽ ഒരു പെർഫ്യൂം ഉണ്ട്. അവരുടെ എല്ലാം ഈ പെർഫ്യൂമൊക്കെ ഗ്രീൻ ആപ്പിൾ ആണ് നിൽക്കുന്നത്. ഈ ഗ്രീൻ ആപ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പെർഫ്യൂം വിജയിക്കും. അതിൽ ഏറ്റവും ഗ്രീൻ ആപ്പിൾ പെർഫ്യൂമിൽ ഏറ്റവും ബെസ്റ്റ് ഒരെണ്ണം ചോദിച്ചാൽ ഗ്രീൻ ലീ. ഇതാണ് അതിന് ഏറ്റവും ഗ്രീൻ ആപ്പിൾ എന്ന ആ ഒരു കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂം ഈ ഒരു പെർഫ്യൂം ഗ്രീൻ ലീ. അതുപോലെ തന്നെ ഒരുപാട് ലേഡീസ് പേഴ്സണലി യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഗ്രീൻ ലീ. ഇത് ഫോർ മെന്നാണ്, യൂണിസെക്സ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. യൂണിസെക്സ് ആണ് ഈ പെർഫ്യൂം, 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പെർഫ്യൂം ലേഡീസ് ഇത് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇത് അത്രമാത്രം അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ലേഡീസിന് ഭയങ്കര ഇഷ്ടമായി ഈ പെർഫ്യൂം. ലേഡീസ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ കാരണം ലേഡീസിന് ഭയങ്കര ഇഷ്ടമായി ഈ പെർഫ്യൂം. കാരണം എനിക്ക് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സിഗ്നേച്ചർ കളക്ഷനിൽ ഈ ഒരു പെർഫ്യൂം ഉണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് ലേഡീസിൻ്റെ ഇത് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഈ ഒരു പെർഫ്യൂം ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് അടിച്ചിട്ട് പോകാത്ത ദിവസം ചോദിക്കും, ഇന്ന് മറ്റേ പെർഫ്യൂം അടിച്ചില്ലെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ളതും എൻ്റെ ബ്രാഞ്ച് മാനേജർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഗ്രീൻ ലീ. ഇത് അടിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത എനർജിയാണ്. ഇനി അത് നമ്മൾ ഇരിക്കുന്നത് റീറ്റെയിൽ പാക്കാണ്, 125 ml ഉണ്ട്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. അതായത് ഈ പെർഫ്യൂം ഉണ്ടാക്കാനുള്ള പ്രചോദനം തന്നെ ഫ്രാൻസിലെ മനോഹാരിത, അവിടുത്തെ പ്രകൃതി, ഇതൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ 14ാം ലൂയി 14ാമൻ്റെ ഭരണകാലത്ത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടാരമുണ്ടോ, ഷാറ്റോ ഡി മാർലി എന്ന് വിളിക്കുന്ന ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ മനോഹാരിതയും ചുറ്റുമുള്ള ഹരിതാഭവും ഭംഗിയും, ആ ഫ്രാൻസിൻ്റെ തനത് ഗ്രാമഭംഗി, അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം, അവിടുത്തെ പ്രകൃതി, ഇതൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഈ ഒരു പെർഫ്യൂം നിർമ്മിച്ചിരിക്കുന്നത്. ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ഫ്രാൻസ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അൺബോക്സ് ചെയ്യാം. വില വരുന്നത് 16,000. ഞാൻ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അവസാനം വരെ കുത്തിയിരുത്തിയിട്ട് എനിക്കത് ഇഷ്ടമല്ല. തുടക്കത്തിലേ പറയാം. ആണ് ബോട്ടിലുണ്ടോ, എമറാൾഡ് ഗ്രീൻ, കിട്ടില്ല ബോട്ടിൽ. ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എനർജി കയറും. അതുപോലത്തെ ബോട്ടിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഗ്രീൻ ലീയുടെ എമറാൾഡ് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്ന ഒരു കളർ ടോൺ. പച്ച ആപ്പിളിൻ്റെ ആ ഒരു പുളിപ്പും മധുരവും ഫ്രഷ്നെസ്സും എനർജിയൊക്കെ തരുന്ന ഒരു മണം. ഒരു രക്ഷയില്ലാത്ത പെർഫ്യൂം. 10 out of 10 കൊടുക്കാൻ പറ്റുന്ന പെർഫ്യൂം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. അതായത് ചാവുമ്പോൾ കൊണ്ടുവന്ന് ലിസ്റ്റ് വെക്കാൻ പറ്റിയ പെർഫ്യൂമായത്. ഇതിൻ്റെ നോട്ട് ഞാൻ വായിക്കാം. ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് നതാലി ടെംപ്ലർ എന്നുള്ളൊരു പെർഫ്യൂമറാണ്, ലേഡി പെർഫ്യൂമറാണ്. പ്രൊഫൈൽ വുഡി, സിട്രസ്, ഫ്രൂട്ടി, ഗ്രീൻ, പൗഡറി, മസ്കി, മോസി, ഫ്രഷ് സ്പൈസി, ഫ്രഷ് അരോമാറ്റിക്. നോട്ടായിട്ട് ടോപ്പ് നോട്ടിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ആപ്പിൾ, ബെർഗാമോ, മാൻഡറിൻ ഓറഞ്ച്. മിഡിൽ നോട്ടിൽ പെറ്റിറ്റ് ഗ്രെയിൻ, സീഡാർ, കാശ്മീരൻ, പോമറോസ്, വയലറ്റ്. ബേസ് നോട്ടിൽ ഓക്മോസ്, മസ്, അംബറൂട്ട്, പച്ചോളി. ഇതിൽ പോമറോസ് എന്ന് പറഞ്ഞ നോട്ട് ആപ്പിളിൻ്റെയും റോസിൻ്റെയും മണം ഒരുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. ആപ്പിളും റോസും ചേരുമ്പോൾ ഒരു മണമാണ് പോമറോസ്. ആ രണ്ട് മിക്സ് ചെയ്തുള്ള മണമാണ് പോമറോസിൻ്റേത്.
ഓക്കെ, ഈ ഒരു പെർഫ്യൂം ഒരു നീഷ് പെർഫ്യൂമിനേക്കാൾ ഉപരി ഒരു ഡിസൈനർ ലെവലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീഷ് പെർഫ്യൂമിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോംപ്ലക്സിറ്റി ഇതിനകത്ത് ചേർത്തിട്ടില്ല. അതിൽ ഒത്തിരി ഒരുപാട് അതികടന്നിട്ടുള്ള പ്രയോഗങ്ങളൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പൊതുവേ നീഷ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ അയ്യോ അതിനകത്ത് ഒരുപാട് നോട്ട് ഉണ്ടാവില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് ഒരു ആർട്ട് വർക്കും ഇല്ല. ഇത് എല്ലാവരും എൻജോയ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു മണം ഉണ്ടല്ലോ, ഭയങ്കര എനർജി, റിഫ്രഷിംഗ് ആയിട്ടുള്ള മണം, കിക്ക് തരുന്ന മണം. കിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങണം, അതുപോലത്തെ ഒരു ഫ്രഷ്നെസ് തരുന്ന മണമാണ്. ട്രൈ ചെയ്യാം. ഇവിടെ പെർഫ്യൂം സ്റ്റെമാലിയുടെയൊക്കെ ലോഗോ കാണാം, മെറ്റൽ ക്യാപ്പ്. സ്പ്രേഡ് ആണോ? ഓക്കെ, ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നത് നല്ല ഗ്രീൻ ആപ്പിൾ മണം. അയ്യോ, 10ൽ 10 കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ ആപ്പിൾ, ഫ്രൂട്ടി ഗ്രീൻ ആപ്പിൾ ബെർഗമോ, അതായത് ഏറ്റവും ക്വാളിറ്റി കൂടിയ ഗ്രീൻ ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ നല്ല സിട്രസ് നോട്ടും കൂടെ ചേർത്തൊരു മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, അതായത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും സിട്രസിൻ്റെ ഒരു ഫ്രഷ്നെസ്സും പിന്നെ കുറച്ച് ഹെർബൽ നോട്ടൊക്കെ ചേർത്തിട്ട് വരുന്നൊരു മണം. ഓപ്പണിംഗ് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലത്തെ ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് ആണ്. സിട്രസ് ഗ്രീൻ ആപ്പിൾ ബ്ലാസ്റ്റ്. നമുക്ക് ആ ഒരു പച്ച ആപ്പിൾ, ആ തൊലി ഉരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തൊലിയുടെ ഒരു പച്ചപ്പും അകത്തെ ആ ഒരു ആപ്പിളിൻ്റെ ആ ഒരു ചതഞ്ഞ ആ ഒരു മാംസവും കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു അതേ മണം, അതേ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ സ്പ്രേ തന്നെ ഉണ്ടല്ലോ, ഈ റൂമിൽ മുഴുവൻ, ഈ വായുവിൽ മുഴുവനും ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഗ്രീൻ ആപ്പിൾ കൊണ്ട് നിറഞ്ഞ ഒരു എനർജി നമുക്ക് ആദ്യത്തെ സ്പ്രേ തന്നെ ചേരാൻ നമുക്ക് കിട്ടും. ആ പച്ച ആപ്പിളിൻ്റെ ആ ഒരു നീരും അല്ല സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ആ ഒരു പവറും ഇതെല്ലാം ചേർന്നാണ് ആദ്യത്തെ ഓപ്പണിങ്. നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾക്ക് ഗ്രീൻ ആപ്പിളും സിട്രസിൻ്റെയും മണം നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും ആദ്യത്തെ ഓപ്പണിങ്ങിൽ തന്നെ. അതായത് ഒരു ജ്യൂസി ആപ്പിൾ ബോംബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഗ്ലാസ് തണുത്ത ഗ്രീൻ ആപ്പിൾ ഫിസി ഡ്രിങ്ക്, അതിൻ്റെ പുറത്ത് അല്പം നാരങ്ങ നീര് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീരും കൂടി ഒന്ന് പിഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമാണ് ഇതിൻ്റെ യഥാർത്ഥ മണം എന്ന് പറയുന്നത്. ഭയങ്കര എനർജി തരുന്ന മണം, ഉന്മേഷദായകമായിട്ടുള്ളൊരു മണം, വളരെ എനർജറ്റിക് ആയി പെർഫ്യൂം. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ആപ്പിളിൻ്റെ മണം ഒന്ന് കട്ടി കുറഞ്ഞ് നല്ല ഇലകളുടെ എന്താ പറയുക ഹെർബൽ ഹരിതാഭമായിട്ടുള്ള ഒരു മണം പതിയെ പുറത്ത് വരും. അവിടെയും നമുക്ക് ആപ്പിളിൻ്റെ മണം ഉണ്ട്. ഗ്രീൻ ആപ്പിൾ പ്ലസ് ഒരു ലീഫി നോട്ട്സ്, ഇലകളുടെ ഒക്കെ ഒരു പച്ചപ്പും ഇലകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു മണം വരും. വയലറ്റും പെറ്റിറ്റ് ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ള മണം. ഇതിനൊരു സോഫ്റ്റ് പൗഡറി ഫീൽ ഉണ്ട്. സോഫ്റ്റ് പൗഡറി ഫ്രഷ് ഫീൽ. കാട്ടിലൂടെയുള്ള ഒരു നടത്തം, ചെരുപ്പിടാതെ നഗ്നപാതനായി കാട്ടിലൂടെ അല്ലെങ്കിൽ പുല്ലിൻ്റെ പുറത്തൊന്ന് നടക്കുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു വുഡി ഫ്രഷ്നെസ് നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും. കുറേ കഴിയുമ്പം ഓക്മോസും വുഡി നോട്ടും കൂടുതലായിട്ട് പൊങ്ങി വരും. എന്താ പറയുക, ഒരു മഴ പെയ്തൊഴിഞ്ഞ് ഒരു ഈർപ്പമുള്ള ഒരു വനത്തിലൂടെ നടക്കുന്ന പോലെയുള്ളൊരു ഫീൽ. മഴ കൊണ്ട് പുലിയിലൊക്കെ അല്പം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, അതിൻ്റെ പുറത്തൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭൂമിയും മനുഷ്യനും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഫീൽ. നമുക്കൊരു ഹെർബൽ നാച്ചുറൽ ഫീൽ നമുക്ക് ഈ ഒരു പെർഫ്യൂമിൽ കിട്ടും. ഒരുപോലെ ആഡംബരമാണ്, ഒരുപോലെ നമുക്കൊരു എനർജി തരുന്ന പെർഫ്യൂമാണ്. നമ്മുടെ ഒരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം, സിഗ്നേച്ചർ പെർഫ്യൂം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം, കോംപ്ലിമെന്റ് കിട്ടുന്ന പെർഫ്യൂം, ലേഡീസിന് ഇഷ്ടപ്പെട്ട പെർഫ്യൂം, തലവേദനയില്ല. എല്ലാം കൊണ്ട് ഫ്രഷ് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഗ്രീൻലി ട്രൈ ചെയ്യണം. അത് കിടിലം വർക്കാണ് ഗ്രീൻലിക്ക് ഒരു ചെയ്തിരിക്കുന്നത്. ഡ്രൈഡോണി വരുന്നത് വുഡി ആംബറാണ് ഡ്രൈഡോണി വരുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു 8 സ്പ്രേ അടിച്ചാൽ 6-7 മണിക്കൂറാണ് ലോങ്ജിവിറ്റി ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 6-7 മണിക്കൂർ നല്ല ലോങ്ജിവിറ്റിയാണ്. ബോഡിയിൽ അത്യാവശ്യം നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് ഫെഡായി പോകുന്നില്ല, ലോങ്ജിവിറ്റി ഉണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. ഇത് നിങ്ങളുടെ സിഗ്നേച്ചർ പെർഫ്യൂം ആക്കാൻ അല്ലെങ്കിൽ ഒരു ഫ്രഷ് പെർഫ്യൂം വേണം. വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മുടെ ഷാനയിൽ അല്ലൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം എല്ലാം കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ക്രീമി നോട്ട് പ്ലസ് സിട്രസ്, ഈ 2 കോംബോ വെച്ചിട്ടാണ് അവർ വലിയൊരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ ആപ്പിൾ പ്ലസ് ബെർഗാമോ, ഈ 2 നോട്ട് ചേർത്തിട്ടാണ് ഈ ഒരു വണ്ടർ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ സിഗ്നേച്ചർ പെർഫ്യൂം ആക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. പ്രൊജക്ഷനുണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണം, ലേഡീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനെ ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ളത് കൊണ്ടും ഒരുപാട് ഗേൾസ് എനിക്ക് ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്, അവർ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്, അയ്യോ ഈ പെർഫ്യൂം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഈ അടുത്ത കാലത്തിന് 3-4 പേര് എനിക്ക് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. ഗ്രീൻലി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂമാണ്, ചേട്ടാ ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ് ഈ പെർഫ്യൂം. അവർ സൂക്ഷിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്, കാരണം തീർന്നു പോയാലോ എന്ന് പേടിച്ചിട്ട് അത്രയ്ക്ക് സൂക്ഷിച്ചാണ് ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത്. കാരണം ഗേൾസിന് പൊതുവേ ക്ലീൻ ഫ്രഷ് മണങ്ങളോടാണ് താല്പര്യം. ഫ്രൂട്ടി ഫ്രഷ്
ക്ലീൻ മണങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗേൾസിന് താല്പര്യം. വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്പം സ്പൈസിനെസ് വരുന്ന മണം വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചോദിച്ചു വരാറുള്ളൂ. മിക്കവാറും ഗേൾസ് പ്രിഫർ ചെയ്യുന്നത് അവരുടെ ആണുങ്ങൾ എപ്പോഴും എനർജറ്റിക് ആയിട്ട് നിൽക്കണം, എപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കണം, അല്ല ഉറങ്ങി തൂങ്ങി നിൽക്കുന്ന മണങ്ങളോട് വലിയ താല്പര്യമില്ല. സോ ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ട്, അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, സ്പോർട്സിൽ ഒക്കെ നിൽക്കുന്നവർ, അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നവരുണ്ട്. നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മുഖത്തൊരു സന്തോഷം വരും, അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ നമുക്ക് എനർജി വരും. ഒരു ഗ്യാങ് എടുക്കുമ്പോൾ അയാൾ ആ സ്ഥലത്തില്ലെങ്കിൽ നമുക്ക് അയാളുടെ ഒരു അഭാവം നമുക്ക് അറിയാൻ പറ്റും, അയാൾ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ എനർജറ്റിക് ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ ഈ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ പെർഫ്യൂം ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല എനർജി കിട്ടും. ഇപ്പം തന്നെ എനിക്ക് നല്ല എനർജിയോടെ ഞാൻ സംസാരിക്കുന്നത്. ഉപയോഗിക്കേണ്ട കാലാവസ്ഥ ഏത് സീസണിലും ഉപയോഗിക്കാം. വിൻ്റർ, റെയിനി, മഴയുള്ള സമയത്ത്, വെയിലുള്ള സമയത്ത്, ഹൈ ഹീറ്റിൽ, എവിടെ വേണമെങ്കിൽ, ഓഫീസിലോ AC ഉണ്ടെങ്കിൽ AC ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഇതെപ്പോഴും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. പാർട്ടി, ക്ലബിംഗ്, ഡെയിലി യൂസിന്, വീട്ടിലടിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഉപയോഗിക്കാം. 10 ml ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. 10 ml അവൈലബിൾ ആണ്, 5 ml 2 ml അവൈലബിൾ ആണ്. വാങ്ങാൻ താല്പര്യമുള്ളവർ, അങ്ങനെ ഞാൻ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, ഫ്രഷ് പെർഫ്യൂം എന്നല്ല, പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ കളക്ഷനിൽ വെക്കേണ്ട ഒരു കിടിലൻ പെർഫ്യൂമാണ് പെർഫ്യൂംസിൻ്റെ മാറിലെ ഗ്രീൻ ആപ്പിൾ ബോംബ്. ഇത് നിങ്ങളിത് ട്രൈ ചെയ്താൽ നിങ്ങൾക്കൊരു ഫുൾ ബോട്ടിൽ വാങ്ങാൻ തോന്നും. വീണ്ടും നിങ്ങൾ കൈ മണത്താൻ തോന്നിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അഡിക്റ്റീവ് ആയിട്ടുള്ള മണമാണ്. ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇങ്ങനെ സ്നിഫ് ചെയ്യാൻ തോന്നും. ഓ, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട പെർഫ്യൂം. ഇതിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.